ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ശ്രീമതി ഷബാന നൂറുദ്ദീൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ഷബാന, ഇപ്പോൾ ശരണ്യ പറഞ്ഞു നിർത്തിയ വാചകത്തിലാണ് എനിക്ക് അവിടെ കൊളുത്തി നിൽക്കുന്നത്. കുഞ്ഞിന് അമ്മയോട് അത്ര സ്നേഹമാണ്. ഒരിക്കലും കുഞ്ഞുങ്ങൾ അമ്മമാരെ അവരെത്ര ഉപദ്രവിച്ചാലും തള്ളി പറയുകയൊന്നുമില്ല. ആ വേദന കഴിയുമ്പോൾ അവർ തിരിച്ചെത്തും. അതാണ് അമ്മമാരുടെ ഏറ്റവും വലിയ ധൈര്യം. അമ്മമാരുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ ധൈര്യം കുഞ്ഞുങ്ങളെ പലപ്പോഴും ഉപദ്രവിക്കുമ്പോൾ അതായിരിക്കും. പക്ഷേ ഇത് എത്രത്തോളം ക്രൂരതയാണ്? ഒരു സാധാരണ മനോനിലയുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതാണോ? ഒരു ഉടുപ്പിൽ മലമൂത്ര വിസർജനം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിലൊക്കെ അത് പലപ്പോഴും നടന്നു എന്നൊക്കെ വരുമല്ലോ. അതൊരു വളരെ വളരെ സാധാരണമായ ഒരു കാര്യമാണ് 4.5 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച്. അറിയാതെ ഒരു തവണ പോയി എന്നത്. അങ്ങനെയെങ്കിൽ ഒന്നുകിൽ ഇവർക്ക് എന്തെങ്കിലും കാര്യമായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവണം, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ആ കുഞ്ഞ് വേദനിച്ചപ്പോഴും നിലവിളിച്ചിരിക്കുന്നത് അമ്മയെന്ന് വിളിച്ചു തന്നെ ആയിരിക്കില്ലേ. അപ്പൊ അത് കേൾക്കുമ്പോൾ പോലും അതിനോടൊരു മാനസികപരമായിട്ടുള്ള ഒരു പരിഗണന പോലും കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മാനസികപരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. പക്ഷെ ഇതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. മാനസിക പ്രശ്നങ്ങൾ ഒരിക്കലും കുറ്റം ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാരണമാവാതിരിക്കട്ടെ എന്നുകൂടി ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അമ്മയാണ് എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ മാനസിക പ്രശ്നമുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ചെയ്ത ഒരു ക്രൂരത അല്ലാതാകുന്നില്ല. ഇനി ആ കുട്ടിയെ അമ്മയോടൊപ്പം വിടുന്നതിന് മുമ്പ് അവർക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ വേണമെങ്കിൽ അത് ചെയ്യുന്നതിന്, പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുണ്ട് എന്ന് മനസ്സിലാക്കുന്ന നിമിഷം തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് ഓരോരുത്തരും തയ്യാറാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഷബാന, പല കേസുകളിലും നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ കണ്ടിട്ടുള്ളത് അവരുടെ വീട്ടിൽ എന്തെങ്കിലും സാഹചര്യം, അവരുടെ ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ അവർക്കുള്ള മറ്റ് ചില താല്പര്യങ്ങൾ, ഇങ്ങനെ പല പല ഘടകങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ വൈരാഗ്യം കുഞ്ഞുങ്ങളോട് കാണിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷേ ഈ സംഭവത്തിൽ പറയുന്ന അമ്മ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഭർത്താവ് മിലിറ്ററിയിലാണ്. കുടുംബപരമായ പ്രശ്നമൊന്നുമില്ല. പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശം കഴിഞ്ഞ് ഭർത്താവ് മടങ്ങിയതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ആ ഒരു ധൈര്യം, കുഞ്ഞിനെ ഉപദ്രവിക്കാമെന്നൊരു ധൈര്യം, അത് എന്തിൻ്റെ പുറത്തായാലും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയേണ്ടത്, ഇന്ന് തന്നെ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊന്ന സംഭവം നമ്മുടെ ഒക്കെ ഓർമ്മയിലുള്ളതാണ്. ആ കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊന്നത് അമ്മയുടെ അറിവോടെ തന്നെയാണ് എന്നൊരു വാർത്ത കൂടി വരുന്ന ദിവസമാണ് ഇങ്ങനെ ഒരു വാർത്തയും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്നതാണ്. അപ്പോൾ അമ്മമാരാണ് എന്നതുകൊണ്ട് അവരുടെ കയ്യിൽ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയാൻ പറ്റാത്തൊരു കാലം കൂടിയാണിത്. തീർച്ചയായിട്ടും മാനസിക പ്രശ്നങ്ങൾ ഉള്ള ഒരാളുടെ ഒപ്പം ജീവിക്കുക എന്ന് പറയുന്നത് കുട്ടിയായാലും പാർട്ട്ണർ ആണെങ്കിലും ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കുട്ടിയെ സംബന്ധിച്ച് അവൻ ഏറ്റവും സേഫ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് അവന്റെ പേരൻസിനോടൊപ്പം അല്ലെ അമ്മയോടൊപ്പം എന്ന് പറയുന്നത്. അവിടെ അമ്മയോടൊപ്പം സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ കുടുംബ പ്രശ്നങ്ങളില്ല എന്നുള്ളതോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നുള്ളതോ മാത്രമല്ല, അമ്മയ്ക്ക് മാനസികപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ആ അമ്മയോടൊപ്പം ജീവിക്കുന്ന കുഞ്ഞിന്റെ അവസ്ഥ വളരെ പരിതാപകരമല്ലേ. അപ്പൊ അവിടെ നമ്മൾ ഉണർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അമ്മയ്ക്ക് ഇപ്പൊ യൂട്യൂബിലെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഫെയിം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുട്ടിയെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനു വേണ്ടിയാണെന്ന് തോന്നുന്നില്ല. മറിച്ച് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ഒരു മനോനിലയ്ക്ക് കാര്യമായ പ്രത്യക്ഷത്തിൽ പ്രശ്നമൊന്നും ഉള്ള ഒരാളല്ല എന്ന് പറയാൻ വേണ്ടിയായിരുന്നു ഞാനത് സൂചിപ്പിച്ചത്. എങ്കിൽ പോലും ഈ ഒരു ഇപ്പം അല്പം മുമ്പ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ സംസാരിക്കുമ്പോൾ പറയായിരുന്നു, ഒരു അവയർനെസ്, നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് അടിച്ച് തല്ലി പഴുപ്പിച്ച് വളർത്താനുള്ള ഒരു കളിമണ്ണൊന്നുമല്ലല്ലോ. അവർക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട്. അത് പറയാൻ അറിയാത്ത പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് ഇങ്ങനെ ക്രൂരമായി ഉപദ്രവിക്കുന്നത് എന്നതാണ് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം. അതെ, അടിച്ചാലും അമ്മയെന്ന് വിളിച്ചതന്നെയല്ലേ കുഞ്ഞ് ഓടിച്ചില്ല. അങ്ങനെ ഒരു അവസരത്തിൽ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു അവയർനെസിന്റെ കാര്യത്തിൽ എപ്പോഴും ഷബാനയ്ക്ക് എന്താണ് തോന്നാറുള്ളത്? ഒരുപാട് പേരെ കാണുന്നതാണല്ലോ, അതായത് ഈ തല്ലി നന്നാക്കാം എന്നൊക്കെ കരുതുന്ന ഒരു ജനറേഷനൊക്കെ, നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള ജനറേഷനൊക്കെ അങ്ങനെയാണ് കരുതിയിട്ടുള്ളത്. അച്ചടക്കം എന്ന് പറയുന്നത് അടിച്ച് വളർത്തേണ്ടതാണ്, ഒന്നല്ലെങ്കിൽ ഒലക്കൊണ്ട് തല്ലണം, അങ്ങനെ ചൊല്ലുകൾ തന്നെ ഇഷ്ടം പോലെയാണ്. കുട്ടി എന്ന് പറയുന്നത് വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ്. നമ്മുടെ കുട്ടിയാണ് എന്നുള്ളത് എന്ന് കരുതിയിട്ട് അവൻ അവന്റേതായ വ്യക്തിത്വം അല്ലെങ്കിൽ അവന്റേതായ രീതികളൊക്കെ ഉള്ള വേറെ ഒരു മനുഷ്യനായിട്ട് തന്നെ കാണാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാള് എന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് ഈ എങ്ങനെയും അവരെ മെരുക്കിയെടുക്കാം എന്നൊക്കെ തോന്നുന്നത്. അപ്പൊ അവർക്ക് അവരുടേതായ വ്യക്തിത്വങ്ങളുണ്ട്. പലപ്പോഴും പേരൻസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ പഠിക്കാതെ വരുമ്പോൾ, അല്ലെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ പെരുമാറാതെ വരുമ്പോൾ, അവരുദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടിയിൽ നിന്ന് റെസ്പോൺസ് കിട്ടാതെ വരുമ്പോഴൊക്കെയാണ് ഈ ഇത്ര ക്രൂരമായിട്ടൊക്കെ തന്നെ പലപ്പോഴും പേരൻസ് ഉപദ്രവിക്കുക അല്ലെങ്കിൽ അടിക്കുകയൊക്കെ ചെയ്യുന്നത്. വാക്കുകൾ കൊണ്ട് തന്നെ കുട്ടികളെ ക്രൂരമായി തന്നെ ഉപദ്രവിക്കുന്ന പേരൻസ് ഉണ്ട്.
അപ്പൊ ഇത് കുട്ടി എന്ന് പറയുന്നത് വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ്. അവന്റെ ചുറ്റുപാടുകൾ എന്താണോ അവന് കൊടുക്കുന്നത് അതനുസരിച്ച് നർച്ചർ ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ചുറ്റുപാടുകൾ ആണ് ഏറ്റവും അത്യാവശ്യം. ശരി, വളരെ നന്ദി ഷബാന. ഷബാന നൂറുദ്ദീൻ, സൈക്കോളജിസ്റ്റാണ്. ഷബാനയാണ് നമ്മളോട് സംസാരിച്ചത്. ഇന്നത്തെ 3 വിഷമിപ്പിക്കുന്ന വാർത്തകളാണ്. അതിലൊന്ന്, ഈ കുഞ്ഞിനെ 4.5 വയസ്സുള്ള കുഞ്ഞിനെ വസ്ത്രത്തിൽ മലമൂത്ര വിസർജനം നടത്തിയെന്ന് പറഞ്ഞ് സ്വന്തം അമ്മ ക്രൂരമായി ചട്ടുകം വെച്ച് പൊള്ളിച്ച വാർത്തയാണ്. ആ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കാണിച്ച ഒരു സമയോചിതമായ അല്ലെങ്കിൽ മാന്യമായ ഇടപെടലിനെ കൂടി പ്രത്യേകം പറയേണ്ടതുണ്ട്. കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റിയ ശേഷം അമ്മയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ചെയ്തത്. ആ കുഞ്ഞിന് അത്രത്തോളം സ്നേഹമുള്ള ആളാണ് ആ കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറയുന്നത്. അച്ഛൻ മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ഇത്ര ക്രൂരമായി ഉപദ്രവിക്കാൻ കഴിയുന്നത് എന്നതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അവരുടെ മാനസിക നിലയ്ക്കാണോ പ്രശ്നം എന്താണെന്നത്. അതോടൊപ്പമാണ് ബാലരാമപുരത്തെ സംഭവത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. അമ്മ ശ്രീധുവിൻ്റെ പോലീസിൻ്റെ സംശയം ശരിയായിരുന്നു. ശ്രീധുവിൻ്റെ അറിവോടെ തന്നെയാണ് ആ കുഞ്ഞിനെ സഹോദരൻ ഹരികുമാർ കിണറ്റിലെറിഞ്ഞ് കൊന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്.